നമസ്കാരം. വെനിസ്വേലയല്ല ഇറാൻ. അക്കാര്യം ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് അമേരിക്കയ്ക്ക് നന്നായിരിക്കും. വെനിസ്വേലൻ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നാലെ ഇപ്പോൾ ഇറാനിൽ ആഭ്യന്തര സംഘർഷം സൃഷ്ടിച്ച് ഇടപെടാനാണ് അമേരിക്കയും ഇസ്രയേലും തയ്യാറായിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ കാണുന്ന പ്രതിഷേധ പ്രകടനങ്ങൾ. ഉപരോധം തീർത്ത് സാമ്പത്തികമായി ഇറാനെ വലിഞ്ഞുമുറുക്കിയ അമേരിക്കൻ സാമ്രാജ്യത്വം ചാരന്മാരെ ഇറക്കി പ്രതിഷേധ തീ പടർത്തിയാണ് ഇറാനിൽ അട്ടിമറിക്ക് ശ്രമിച്ചത്. പാശ്ചാത്യ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇറാൻ ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രചരണങ്ങളും അമേരിക്കയും ഇസ്രയേലും പടച്ചുവിട്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ നീക്കങ്ങളെ ഗൗരവകരമായി കണ്ട് ശക്തമായ നടപടി സ്വീകരിച്ച ഇറാൻ ഭരണകൂടം അമേരിക്കയുടെ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ ആകെ തെറ്റിച്ചിരിക്കുന്നത്. ഇറാനിലെ പ്രക്ഷോഭകരെ തൊട്ടാൽ ഇടപെടുമെന്ന അമേരിക്കൻ ഭീഷണിയെ ആ പ്രക്ഷോഭത്തെ തന്നെ അടിച്ചമർത്തുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടാണ് ഇറാൻ മറുപടി നൽകിയത്. ഇറാഖിനെ പോലെ ഇറാനെയും തകർക്കാനുള്ള അമേരിക്കയുടെ അജണ്ടയ്ക്കെതിരെ എന്തായാലും പൊരുതാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം. അമേരിക്ക ഇടപെട്ടാൽ ഒരേ സമയം ഇസ്രായേലിനെയും അമേരിക്കൻ താവളങ്ങളെയും ആക്രമിക്കാനാണ് ഇറാന്റെ പദ്ധതി. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ വലിയ നാശത്തിലേക്കാവും അത് കലാശിക്കുക. പശ്ചിമേഷ്യയിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ് ഇറാൻ. മുട്ടാൻ ശ്രമിച്ചാൽ അമേരിക്കയും വിവരമറിയും. ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമാണ് ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്നതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതുണ്ട്. 6 മാസം മുമ്പ് ഇറാനെ ആക്രമിച്ച് കൈപൊള്ളിയ അനുഭവത്തിൽ നിന്നും അമേരിക്കയും ഇസ്രയേലും ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പാഠം ഉൾക്കൊണ്ടില്ലെങ്കിൽ ഒരു കാലത്തും മാറ്റാൻ കഴിയാത്ത ഒരടയാളം ഈ രാജ്യങ്ങൾ ഇറാൻ സൈന്യം എന്തായാലും, അതായത് ഈ രാജ്യങ്ങൾക്ക് ഇറാൻ സൈന്യം എന്തായാലും നൽകുക തന്നെ ചെയ്യും. പശ്ചിമേഷ്യയിലെ ഓരോ അമേരിക്കൻ പൗരനും സൈനിക ഉദ്യോഗസ്ഥരും ഇറാന്റെ പ്രതികാര ലക്ഷ്യമായിരിക്കും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ബഹ്റൈനിലെ അമേരിക്കൻ നാവികസേന കപ്പലുകൾ ചാരമാക്കാൻ ഇറാന് വെറും നിമിഷ നേരം മാത്രം മതിയാകും. ഹോർമോസ് കടലിടുക്ക് ഇറാൻ അടച്ചാൽ അത് ലോക വ്യാപാരം തന്നെ സ്തംഭിപ്പിക്കും. പശ്ചിമ ഏഷ്യയിലെ അമേരിക്കയ്ക്ക് നിരവധി വ്യോമ നാവിക താവളങ്ങളുണ്ട്. ഇവിടങ്ങളിൽ 10,000-കണക്കിന് സൈനികരുമുണ്ട്. ഇറാനെ തൊട്ടാൽ അവർ ലക്ഷ്യം വെക്കുന്ന ആദ്യ ടാർഗറ്റുകളും ഇതുതന്നെയാവും. ഈ മേഖലയിലെ വിവിധ സൈനിക താവളങ്ങളിലായി 40,000-ഓളം സൈനികരും നിരവധി യുദ്ധ കപ്പലുകളുമാണ് അമേരിക്കയ്ക്ക് ഉള്ളത്. അമേരിക്കൻ മിലിറ്ററി സെൻട്രൽ കമാൻഡിന് കീഴിൽ ഇവ പ്രവർത്തിക്കുന്നുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് എയർ ബേസ്, ബഹ്റൈനിലെ US നാവികസേന 5ാം കപ്പൽ വ്യൂഹത്തിന്റെ താവളം, ഇറാഖിലെ അൽ അസദ് എയർ ബേസ്, ഹരീർ എയർ ബേസ്, ദക്ഷിണ സിറിയയിലെ അൽ ടാൻഫൻ ഗാരിസൺ സൈനിക താവളം, കുവൈറ്റിലെ അലി അൽ സാലം എയർ ബേസ്, UAE-യിലെ അൽ ദഫ്ര എയർ ബേസ് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയുടെ സുപ്രധാന സൈനിക കേന്ദ്രമാണ് ബഹ്റിനിലുള്ളത്. നാവികസേന സെൻട്രൽ കമാൻഡിന്റെയും 5ാം കപ്പൽ വ്യൂഹത്തിന്റെയും ആസ്ഥാനവും ബഹ്റിനിലാണ്. ബഹ്റൈൻ തുറമുഖത്തെ വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ അമേരിക്കൻ യുദ്ധ കപ്പലുകളും ആന്റി മൈൻ കപ്പലുകളും അടക്കമുള്ളവയുണ്ട്. മാത്രമല്ല കോസ്റ്റ് ഗാർഡ് കപ്പലുകളും ഇവിടെയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. 1948 മുതൽ അമേരിക്ക നാവികസേനയ്ക്ക് ഇവിടെ താവളമുണ്ട്. പശ്ചിമ ഏഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമായ അൽ ഉദൈദ് വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത് ഖത്തറിലാണ്. ഇവിടെ US മിലിറ്ററി സെൻട്രൽ കമാൻഡ് വ്യോമസേന വിഭാഗങ്ങൾ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അമേരിക്കയുടെ 379 എയർ എക്സ്പെൻസറി വിങ്ങും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അത്യാധുനിക യുദ്ധവിമാനങ്ങളും ഇവിടെയുണ്ട്. ഈ തന്ത്രപ്രധാനമായ താവളത്തിലാണ് 6 മാസം മുമ്പ് ഇറാന്റെ മിസൈൽ പതിച്ചിരുന്നത്. അൽ അസദ്, അൽ ഹരീർ വ്യോമതാവളങ്ങൾ അടക്കം അമേരിക്കയുടെ ഒട്ടേറെ സൈനിക താവളങ്ങൾ ഇറാഖിലുണ്ട്. 2003-ലെ യുദ്ധത്തിന് ശേഷം അമേരിക്കയുമായി അടുത്ത ബന്ധമാണ് ഇറാഖിനുള്ളത്. IS വിരുദ്ധ അന്താരാഷ്ട്ര സഖ്യത്തിന്റെ ഭാഗമായി രാജ്യത്തെ ഏകദേശം 2500 അമേരിക്കൻ സൈനികരും നിലവിലുണ്ട്. റവല്യൂഷണറി ഗാർഡ് തലവൻ ഹാസിൻ സുലൈമാനിയുടെ കൊലപാതകത്തിനു ശേഷം അൽ അസദ് വ്യോമതാവളം, അൽ ഹരീർ വ്യോമതാവളം ഇറാൻ മുൻപും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. IS വിരുദ്ധ അന്താരാഷ്ട്ര സഖ്യത്തിന്റെ ഭാഗമായി വർഷങ്ങളായി സിറിയയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യമുണ്ട്. തെക്കൻ സിറിയയിൽ ഇറാഖ് ജോർദാൻ അതിർത്തി കടത്തിയാണ് അമേരിക്കയുടെ അൽ താൻഫിൽ സൈനിക താവളം പ്രവർത്തിക്കുന്നത്. ഇറാഖ് അതിർത്തിയിൽ നിന്നും 20 കിലോമീറ്റർ ദൂരെയുള്ള അലി അൽ സലീം വ്യോമതാവളം അടക്കം നിരവധി സൈനിക താവളങ്ങൾ കുവൈറ്റിലുണ്ട്. അമേരിക്കൻ മിലിറ്ററി സെൻട്രൽ കമാൻഡിന്റെ ക്യാമ്പും
അരിജാഫനും കുവൈറ്റിലാണ്. അമേരിക്ക ഇവിടെ വലിയ തോതിൽ യുദ്ധ സാമഗ്രികൾ ശേഖരിച്ചിട്ടുള്ളതാണ് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇതിന് പുറമെയാണ് യുഎയിലെ അൽ ദഫ്ര വ്യോമതാവളം അമേരിക്കയുടെ പ്രധാന സൈനിക കേന്ദ്രമാണ്. വ്യോമസേനയുടെ 380 എയർ എക്സ്പെൻഷണറി വിംഗ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. F-22 റാപ്റ്റർ യുദ്ധവിമാനങ്ങളും MQ-9 റീപ്പറുകളും വിവിധ നിരീക്ഷണ വിമാനങ്ങളും ഡ്രോണുകളും ഇവിടെയുണ്ട്. വ്യോമ മിസൈൽ പ്രതിരോധ പരിശീലനത്തിനായുള്ള ഗൾഫ് എയർ വാർഫെയർ സെന്ററും അൽ ദഫ്രയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സകല അമേരിക്കൻ താവളങ്ങളും ചാമ്പലാക്കാൻ ശേഷിയുള്ള മാരക മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത്. ഒരു പ്രതിരോധ സംവിധാനത്തിനും തകർക്കാൻ കഴിയാത്ത ഇത്തരം മിസൈലുകൾ ഇറാൻ തൊടുത്താൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് പോലും ചിന്തിക്കാൻ സാധിക്കില്ല. ഇറാൻ അമേരിക്ക സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടാൽ ഉത്തര കൊറിയയും യുദ്ധമുഖത്തിറങ്ങുമെന്ന് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആണവായുധ രാജ്യമായ ഉത്തര കൊറിയയുടെ പക്കൽ അമേരിക്കയെ ഇല്ലാക്കാൻ ശേഷിയുള്ള നിരവധി ആണവ മിസൈലുകളാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും ഇറാനെ തൊടാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അമേരിക്ക ഇക്കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. തൊട്ടാൽ ചാമ്പലാക്കും ഇറാൻ എന്ന കാര്യത്തിൽ ഇനി യാതൊരുവിധ സംശയവും വേണ്ട.